ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പുളിസാദം എന്ന് പറയട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കട്ടോ. അതിന് സൈഡ് ഡിഷായിട്ട് കോളിഫ്ലവർ വറുക്കാം. അങ്ങനെ എല്ലാതും ഞാനൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇത് ശരിക്കും കണ്ടിട്ട് ഇതുമാതിരി ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് ഡിഷാണ്. വെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കടുക് ഇടാം. ആദ്യം കടുക് താളിക്കണം. കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കപ്പലണ്ടി, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താളിക്കാം കേട്ടോ. എനിക്കിഷ്ടം കപ്പലണ്ടി താളിക്കണമെന്നാണ്. കപ്പലണ്ടി വറുത്ത് തൊലി കളഞ്ഞ് വെച്ച കപ്പലണ്ടി കേട്ടോ. പെട്ടെന്നാവും. നമുക്ക് ബാക്കി അടുത്തതൊക്കെ പെട്ടെന്നിടാം. വേണ്ട, പെട്ടെന്ന് മരിഞ്ഞുണ്ട്. നമുക്ക് ഈ വരമുളക, ഉണക്കമുളകല്ലേ, ഇതിടാം. ഇപ്പം നമുക്ക് കായപ്പൊടി ഇടാം കേട്ടോ. ഇത് കുറച്ചധികം 2 സ്പൂണ് കായപ്പൊടി ഇടണം കേട്ടോ. പുളി ഗ്യാസാണല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കായപ്പൊടി നല്ല കേട്ടോ. അടുത്ത് നമുക്ക് ഈ പുളി പിഴിഞ്ഞ് വെച്ചതുണ്ട്, അത് ഒഴിക്കാം. ഇതൊന്ന് വറ്റിക്കാം. ഒന്ന് വറ്റിച്ച് നമുക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. നമുക്ക് ഉപ്പിടാം കേട്ടോ. അതിനാവശ്യമുള്ള ഉപ്പ്, ചോറിനാവശ്യമുള്ള ഉപ്പിടണം കേട്ടോ. നമുക്കിത് തിളയ്ക്കുമ്പോഴേക്കും കോളിഫ്ലവർ ഒരടുപ്പിൽ വറുക്കാം. നമുക്കത് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടെ കോരി വയ്ക്കാം. നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ചോറുണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ പുളിച്ചോറിനാണ് നമ്മൾ പുളിസാദം എന്ന് പറയുന്നത് കേട്ടോ തമിഴിൽ. കോളിഫ്ലവർ വറുവൽ, കുറച്ച് മാങ്ങ അച്ചാർ, പുളി ഉണ്ടാക്കിയത് ഇത്തിരി അധികമായി, അതുപോലെ കോരി വെച്ചിട്ടുണ്ട്. കുറച്ച് കേബേജ് തോരൻ, ഇത്രയൊക്കെ മതി. ഇതിന് വെറുതെ കഴിക്കാൻ പറ്റണ ഇതാ. പിന്നെ മീൻ കറിയുണ്ട്, വെറും വെള്ള സാദത്തിന് മീൻ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും കൂടി. സൂപ്പറുണ്ട് കപ്പലണ്ടിയിട്ട് കാരനെ. അപ്പോൾ ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്ക്. ബൈ.